മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ഫിലിപ്പിയർ 3:13, ലെറ്റർ ടു ഫിലിപ്പിയർ ചാപ്റ്റർ 3 വേഴ്സ് 13. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ജീവിതം ഓട്ടക്കളമാണ്. ലക്ഷ്യം മുന്നിൽ കണ്ട് അതിലേക്ക് ഓടുന്നവരുണ്ട്, എന്നാൽ ഒരു ലക്ഷ്യമില്ലാത്തവരുമുണ്ട്. ലക്ഷ്യമില്ലാതെ ഓടുന്നവർ ഒരിടത്തും ചെന്നെത്താതെ തളർന്ന് നിരാശയിലാകും. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം, ഉദ്ദേശം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ നാശനഷ്ടങ്ങളും തോൽവികളും സംഭവിക്കുമ്പോൾ ആദർശങ്ങൾ അവഗണിക്കുവാൻ നാം പരീക്ഷിക്കപ്പെടും. ആദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്നത് പോലെ തോന്നിത്തുടങ്ങും. ആദർശങ്ങളും തത്വങ്ങളുമൊക്കെ അനുസരിച്ച് സാഹചര്യത്തിനൊത്ത് ജീവിക്കാനുള്ള പരീക്ഷ ഉണ്ടാകും. അത് ക്രൈസ്തവ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ്. ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ നാം നമ്മുടെ ആദർശങ്ങളും പ്രമാണങ്ങളും വിട്ടുകളയരുത്. ഡമാസ്കസിന്റെ വെടിവാതിലിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ഈശോയോടുകൂടെ ജീവിച്ച് അവസാനം ഈശോയോട് ചേർന്ന് നിത്യതയിൽ വസിക്കണമെന്നായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം. ഉപേക്ഷിക്കാനുള്ള പരീക്ഷ പലതവണ വിശുദ്ധ പൗലോസിനുണ്ടായിട്ടുണ്ട്. ഒന്നാം മിഷണറി യാത്രാ സമയം താൻ രോഗബാധിതനായി സഹചാരിയായ മർക്കോസ് പിരിഞ്ഞുപോയി. പിന്നീട് ബർണബാസുമായി പിണങ്ങി പിരിഞ്ഞു. ചിലർ താൻ ശരിയായ അപ്പോസ്തലനല്ല എന്നാരോപിച്ച് എതിർത്തു. ഇതുകൊണ്ടൊന്നും വിശുദ്ധ പൗലോസ് സ്വന്തം ലക്ഷ്യവും ദർശനവും ഉപേക്ഷിച്ചില്ല. തന്റെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന ഏതോ ഒരു മുള്ളുണ്ടായിരുന്നു. സാത്താന്റെ ദൂതനായിരുന്നു അതെന്ന് വിശുദ്ധ പൗലോസ് തന്നെ പറയുന്നുണ്ട്. അവയൊന്നും തന്നെ നിരാശനാക്കിയില്ല. അന്ത്യത്തോളം സ്വന്തം ലക്ഷ്യത്തിനായി പൗലോസ് ജീവിച്ചു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോകുവാൻ ഇടയാക്കരുത്. ലക്ഷ്യമുള്ള ജീവിതം വിജയത്തിലേക്ക് നീങ്ങും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.